സ്പെഷ്യൽ വരാല് കറിയാണ്. എനിക്ക് വരാലൊന്നും കറി വെക്കാൻ അറിയില്ല. അപ്പോൾ അമ്മ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വരാല് കിട്ടി. അമ്മയെ കൊണ്ട് കറി വെപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വരാലിൻ്റെ മുകളിൽ ചാമ്പലാണ് വിതറുന്നത്. ഇത് വിരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ ചാമ്പൽ വിതറിയാണ് ഇതിനെ പിടിക്കുന്നത് പോലും. ഭയങ്കര വഴുവഴുപ്പുള്ളൊരു മീനാണിത്. അല്ല, ഇത് കണക്ക് പിടിക്കാൻ പാടാണ്. അപ്പോൾ തലയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്തിട്ടൊക്കെയാണ് അതിനെ കൊല്ലുന്നത്. കൊന്നിട്ടാണ് അതിനെ ഇങ്ങനെ പിടിച്ച് എടുക്കുന്നത്. വരാൽ മീനും ഇടയ്ക്ക് കുറച്ച് 2-3 മുഷിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ വെട്ടി തൊലി ഇരിഞ്ഞ് വടക്കംപുളി ഇട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി നമുക്ക് ഇതിന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ചൂടാക്കി എടുക്കാനായിട്ടാണ് പോകുന്നത്. ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഞങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു 4 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെണ്ടയ്ക്കത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് ഉലുവാപ്പൊടിയാണ്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി. കുരുമുളക് പൊടി അത് 1 സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിനുള്ള കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ തോട്ടുമീൻ നമ്മൾ എത്രത്തോളം കുരുമുളക് ചേർക്കാവോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ആ എടുത്തു വെച്ചിരുന്ന പൊടിയെല്ലാം നമ്മൾ കറിച്ചട്ടിയിലേക്ക് ഒഴിച്ചു. അത് നല്ലവണ്ണം കുഴച്ച് അതിൻ്റെ അകത്തേക്ക് മീനിട്ട് അരപ്പ് പിടിപ്പിച്ചാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അതിനകത്തേക്ക് നമ്മൾ മീൻ വെട്ടി വെച്ചിരിക്കുന്ന മീൻ ഇടുകയാണ്. മീനും കറിവേപ്പിലയും കുടംപുള്ളിയും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. തൽക്കാലം നമ്മൾ ഗ്യാസിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അടുപ്പിൽ ചീനി ഇരിക്കുന്നത് കൊണ്ട് ഗായ്സ് നമ്മൾ ഗ്യാസിൽ നിന്നെടുത്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അടുപ്പിൽ വെച്ച് ഇപ്പോൾ കറിയെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ പുഴമീൻ കറി. അതിലേക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി ഏകദേശം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കുകയാണ് അമ്മ. ഉപ്പ് നോക്കിയിട്ട് എല്ലാം പാകമായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.